ഒരു ഗ്രാജുവേഷൻ ഡേ ആണ്, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡേ ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച നിങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. രണ്ടാമത് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്ക്, മൂന്നാമത് ദൈവത്തോട്, നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തന്ന അധ്യാപകർക്ക്, മൂന്നാമത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം ഗ്രാജുവേഷൻ ഡേ തുടങ്ങാൻ. ഇന്ത്യയിലെ ഫസ്റ്റ് മദർഷിപ്പ് വരുന്ന ഹാർബറാണ് വിഴിഞ്ഞം ഹാർബർ. ഒരുപാട് അതുമായിട്ട് കണക്റ്റഡായിട്ട് ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരികയാണ്. നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മൾ ദുബായിലും ജബലാലി പോർട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് പകരം നമുക്ക് അതിനേക്കാളും കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അപ്പോൾ MBA കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അടുത്ത് എന്താണ് പഠിക്കാൻ പറ്റുക? ഇതുമായി കണക്ട് ചെയ്ത് എന്താ പഠിക്കാൻ പറ്റുക? ആർക്കെങ്കിലും പറയാമോ? ആരും പോർട്ടുമായിട്ട് കണക്ട് ചെയ്തൊന്നും നോക്കിയില്ല? MBA കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്ക് ഈ പോർട്ടുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്വന്തമായും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യാനും പറ്റും. CHA എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുണ്ട് കസ്റ്റംസിൻ്റെ, കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ്, CHA. അതിൻ്റെ ഇത് നിങ്ങൾ എഴുതാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾ അതിലേക്ക് പോകാനായിട്ട് നോക്കുക. പക്ഷേ ഈ വരുന്ന ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഓതറൈസ് ചെയ്യുന്ന CHA ഏജൻ്റ് ആയിരിക്കും. അതിനകത്തേക്കുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി അതിലേക്ക് കയറ്റുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, കുടിവെള്ളം വരെ ഇവിടെ നിന്ന് കയറ്റി വേണം തിരിച്ച് കപ്പൽ പോകുന്നത്. കുടിക്കാനുള്ള അത് കിടക്കുന്ന കടലിലാണെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല, വെള്ളം കരയിൽ നിന്ന് വേണം കൊണ്ടുപോകാൻ. തൊട്ട് കംപ്ലീറ്റ് ഉള്ള ഫുഡ് കമ്മോഡിറ്റീസ് കംപ്ലീറ്റ് ഇവിടെ നിന്നാണ് കൊണ്ടുപോകേണ്ടത്. ബാക്കി ലോഡ് ചെയ്യുന്ന സാധനങ്ങളായാലും ആയിക്കോട്ടെ, അതിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ഇതിനുള്ള ഒരു വാലിഡ് ഏജൻ്റാണ്. ഈ ലോജിസ്റ്റിക്സ് കമ്പനിയിൽ സർട്ടിഫൈ ചെയ്ത് ഒപ്പിടേണ്ട ആളാണ് CHA ലൈസൻസ് ഹോൾഡർ. നിങ്ങൾക്ക് സ്വന്തമായിട്ടും തുടങ്ങാം ലോജിസ്റ്റിക്സ് കമ്പനി. അതിലോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്ന വേറെ പോയിട്ടുണ്ടോ? നിങ്ങൾ മെഡിക്കൽ ഷോപ്പ് പോയിട്ടുണ്ടോ? അവിടെ ഒരു ഫോട്ടോ വെച്ചൊരു സർട്ടിഫിക്കറ്റ് കാണും, കണ്ടിട്ടുണ്ടോ? ഫാർമസിസ്റ്റിൻ്റെ B.Pharm കഴിഞ്ഞ് എല്ലാവരും ഇത് സൈലൻ്റ് ആയിട്ടിരിക്കണം. B.Pharm കഴിഞ്ഞ കുട്ടികളെയാണ് ഫാർമസിസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പം B.Pharm കഴിഞ്ഞ ഒരു ഫാർമസിസ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് അവരുണ്ടെങ്കിൽ മാത്രമേ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ലൈസൻസ് കിട്ടുള്ളൂ. അവർ പേർക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്. അതാണ് അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഒരു റൂള്. ഒരു ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെഡിക്കൽ ഷോപ്പ്, അല്ല നമുക്ക് നേരെ പോയി മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുടെ പേപ്പറും വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഒരു ലോജിസ്റ്റിക്സ് കമ്പനി, ഇപ്പോൾ ബോംബെയിലുള്ള ലോജിസ്റ്റിക്സ് കമ്പനി, പല ലോജിസ്റ്റിക്സ് കമ്പനീസ് ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട്. പലരും ഏക്കറണക്ക് സ്ഥലം എടുത്തിട്ടുണ്ട്, ഓഫീസ് എടുത്തിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് രണ്ട് രീതിയിൽ ചെയ്യാം. ചെറിയൊരു ഓഫീസ് മുറി വെച്ചിട്ട് നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു ഓഫീസ് റൂം മതി. കാര്യം ഷിപ്പിലേക്ക് വരുന്ന സാധനം കയറ്റാനും ഇറക്കാനും അതുമായിട്ടുള്ള ഇത് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു ഓഫീസ് റൂമിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി വലിയ കമ്പനികളൊന്നും എടുക്കുന്നത് വെച്ചാൽ അവർക്ക് ബാക്കി കണ്ടെയ്നർ സ്റ്റോറേജ്, കസ്റ്റംസ്, മറ്റേ ബോണ്ടഡ് കസ്റ്റംസ് വെയർ ഹൗസ്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് ബാക്കി ഏരിയാസ് മറ്റ് വലിയ കമ്പനികളൊന്നും എടുക്കുന്നത്. 10 ഏക്കർ 15 ഏക്കർ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന കണ്ടെയ്നേഴ്സ് അവിടെ ഡീസ്റ്റഫ് ചെയ്യുന്ന ഇവിടെ വെച്ച് ചെയ്തിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി പോകുന്നത്. ഇങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് അതിലേക്കൊക്കെ ആര് വേണം? ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളെ വേണം അവർക്ക്. അപ്പോൾ ഒരുപാട് ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള വേണം. അതിൽ ആ ഏരിയയിൽ ഏറ്റവും കുറച്ചുകൂടെ നല്ലൊരു പോസ്റ്റ് ഇതാണ് കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ് എന്ന് പറയുന്ന ഏജൻറ്റിന്. നിങ്ങൾക്ക് അത് കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ് ആകണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ LLB അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്. ഈ 3 പേർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ് ടെസ്റ്റ് എഴുതാനുള്ള പ്രാഥമിക യോഗ്യതയുള്ളൂ. അപ്പോൾ അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. CHAയുടെ വേണ്ടത് ഈ പറയപ്പെടുന്ന MBA ആണ്.
ഇപ്പോൾ MBA നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ MBA ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് അത് എഴുതാൻ കസ്റ്റംസിൻ്റെ അതിൻ്റെ നോട്ട്സ് കസ്റ്റംസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റംസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നോട്ട്സ് മേടിച്ചിട്ട് ഈ വർഷത്തിന് അതിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസത്തിനും 7 മാസത്തിനും നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് എഴുതാം. അതിൻ്റെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഈ ഷിപ്പ് വിഴിഞ്ഞം പോർട്ട് ഓപ്പൺ ആവുന്നു. അതിന് ബന്ധപ്പെട്ട് തന്നെ പലരും CH ഏജൻസിന് ലൈസൻസിന് തപ്പി നടക്കിയ ആൾക്കാരെ ലൈസൻസ് എടുത്തിട്ടുള്ളവരാരും ഇല്ല. കാര്യം തിരുവനന്തപുരത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി വലുതായിട്ടില്ലാത്തത് കൊണ്ടും പിന്നെ പഠിച്ച പലരും വിദേശത്തും മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഇവിടെ ആൾക്കാരില്ല. ആ ഒരു മേഖല ഒരുപാട് ഒഴുങ്ങിയടപ്പുണ്ട്. നിങ്ങൾക്കും തുടങ്ങാം. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വളരെ പരിമിതമാണ്. ഒരു ഓഫീസ് സ്പേസും ഒരു 2-3 സ്റ്റാഫിൻ്റെയും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാര്യം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. ഇവർ വരുന്ന ഇത് തൊട്ട് ഇവരുടെ അക്കോമഡേഷൻ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഈ ഓഫീസായിരിക്കും. ഈ ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റയർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളായിരിക്കും. അതിലേക്ക് പോകാം. ഒരുപാട് ഇത് ലോജിസ്റ്റിക്സ് മാത്രമല്ല, ഇതുമായി കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ഏരിയാസ് നമുക്ക് ഡെവലപ്മെൻറ്റ്സിലേക്ക് വരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലോജിസ്റ്റിക്സ് വരുന്നത്. ഇത്രയും ഈ ലക്ഷക്കണക്കിന് കണ്ടെയ്നേഴ്സ് ഒരു വർഷം ഇവിടെ വന്നിട്ട് പോകുന്നതാണ്. മറ്റിവിടെ വരുന്ന കണ്ടെയ്നേഴ്സ് എവിടെയാണ് വരുന്നത്? ചൈനയിൽ നിന്നൊരു ഷിപ്പ് വന്നാൽ ആ ഷിപ്പ് വന്ന് ഇറങ്ങുന്നത് സിംഗപ്പൂരിൽ വന്ന് ഇറങ്ങുകയോ അല്ലെങ്കിൽ ദുബായിൽ വന്ന് ഇറങ്ങുകയോ ഇറക്കിയിട്ട് അവിടെ നിന്ന് ചെറിയ വെസൽസിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. മെയിനായിട്ട് വന്നിറങ്ങുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചെറിയ വെസൽസിലേക്ക് വരുന്നത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ വരികയും ഇവിടെ നിന്നായിരിക്കും മറ്റ് വെസൽസുകളിലേക്ക് നമ്മുടെ രാജ്യം മൊത്തം പോവുകയും ചെയ്യുന്നത്. അത് ഈ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലാതെ ഇവിടെ വന്നിട്ട് ബൈ റോഡിൽ പോകുന്നത് കംപ്ലീറ്റ് ഡീസ്റ്റപ്പ് ചെയ്ത് കംപ്ലീറ്റ് അതിനൊക്കെ ഇത് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടേ പോകാനും കഴിയുള്ളൂ. കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനേക്കാളും ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും. നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ 2-3 ഫ്രണ്ട്സ് ചേർന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൂടാ? വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അതിന് വരുന്നില്ല. അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരാളെങ്കിലും CH ലൈസൻസ് ഹോൾഡർ ഉണ്ടാവണം നിങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. അതും ഇതുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സബ്സിക്വൻ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട ഇതുകൊണ്ട് നിങ്ങൾ CH ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അവർക്കൂടെ റിക്വയർമെൻ്റ് ഉള്ള കമ്മോഡിറ്റീസ് ഉണ്ട്. കമ്മോഡിറ്റീസ് നിങ്ങൾക്ക് വേറെ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു സബ്സിഡറി കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ അതുവഴി അവർക്ക് വേണ്ടിയുള്ള വെള്ളം തൊട്ടുള്ള ബാക്കി പ്രൊവിഷൻസ്, മീറ്റ്, ഫിഷ് അതൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്ക് അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരുപാട് വലുതായിട്ട് സ്വപ്നം കാണുക. ഈ നമ്മൾ പുരാണങ്ങളിലുണ്ട്, ഈ ഹനുമാൻ നമ്മുടെ കടൽ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ചാടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ചാടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനുള്ള കഴിവ്, അതുപോലെ നിങ്ങളിൽ ഓരോരുത്തർക്കും കഴിവുകളുണ്ട്. നിങ്ങൾ ആ കഴിവ് പ്രയോജനപ്പെടുത്തണം. എല്ലാം നിങ്ങൾ ആരും മോശക്കാരല്ല. നിങ്ങളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്റ്റുഡൻസാണ്. ഈ കോളേജിൻ്റെ തന്നെ നിങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട്സ് തന്നെ നല്ല ഇത്രയും കഴിവുള്ള ഒരു ബാച്ചായിരുന്നു നിങ്ങളുടെ ഇപ്പോൾ ഈ ബാച്ച് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നല്ല എവിടെയെങ്കിലും പോയി ചെറിയ ജോലികളിൽ പോയി ഒതുങ്ങി കൂടിക്കളയരുത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ ഒരു കോൺഫിഡൻസ് ലെവൽ, അതാ പറഞ്ഞാൽ എനിക്ക് കഴിയും, ഈ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് കുറയുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ജോലിയിൽ പോയി ഒന്ന് ഒതുക്കിക്കൂടുന്നത്. ജോലിയിൽ പോകാം. 1-2 വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനികളിലോ ജോലിയിൽ പോയി കുറച്ചാൾ വർക്ക് ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് അതിൽ കിട്ടും. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കംഫർട്ട് സോണിലേക്ക് അത് പോകരുത്. അതൊരു ചിലപ്പോൾ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ബാക്കി അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകാനാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്നതല്ല നോക്കേണ്ടത്, നെക്സ്റ്റ് ലെവലാണ് നോക്കേണ്ടത് എപ്പോഴും. നമ്മളെപ്പോഴും ഇരിക്കുന്ന കംഫർട്ടാണ് പറഞ്ഞ ആ ചെയറിൽ തന്നെ ഇരുന്ന് നമ്മൾ അങ്ങനെ ആ ലെവലിൽ തന്നെ ഇരുന്ന് താഴോട്ട് പോകുകയുള്ളൂ. പക്ഷേ നമ്മൾ മുകളിലോട്ട് ചിന്തിക്കുകയും മുകളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഒരിക്കലും ഇൻ്റർവ്യൂവിന് പോയി ചെന്നിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിരിക്കുക, എപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണ് നമുക്കൊരു ഫിയർ ഉണ്ടാവുന്നതാണോ? കുറേ വലിയ കമ്പനിയുടെ വലിയ ചേട്ടന്മാരും വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന വലിയ സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്.
നമ്മുടെ മനസ്സിനകത്ത് അപ്പോഴേ തോന്നുന്നു കാലിൽ നിന്നൊക്കെ ഒരു വൈബ്രേഷൻ വരും, ഒരു വിറയിൽ വരും, ചിലപ്പോൾ ചിലർ വിയർക്കുന്ന കാണാം, കർച്ചീഫൊക്കെ എടുത്ത് നെറ്റ് തുടച്ചുകൊണ്ട് കയറുന്ന കാണാം. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു പേടി തോന്നിയിട്ടുണ്ടോ? വലിയൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ ബോർഡിൽ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ മനസ്സിൽ ആദ്യം വിചാരിക്കുക കുറേ കഴുതകൾ വന്നിരിക്കുകയാണെന്ന്. ഫ്രണ്ടിൽ കുറച്ച് കഴുതകളാണ് ഇരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇമ്പോർട്ടൻസ് വലുതായിട്ട് നമ്മൾ ഇരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് നെർവസ്നെസ് ഉണ്ടാവും. നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റാതെ വരും. മനസ്സ് പെട്ടെന്ന് നമ്മുടെ ഈ കംഫർട്ട് സോൺ അങ്ങ് പോകും. കാര്യം ഒരു പേടിച്ചൊരു അറ്റ്മോസ്ഫിയറിലാണ്. അറിയാതെ മനസ്സിനകത്തൊരു ടെൻഷനും ഒരു ഫിയറും ഒക്കെ അങ്ങോട്ട് വരും. വളരെ റിലാക്സ്ഡ് ആയിട്ട് ആരോഗ്യമൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ പരിചയമുള്ള ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാളും വലിയ ആൾക്കാരാണ് ഇരിക്കുന്നതെന്നുള്ള ആദ്യം മനസ്സിൽ നിന്ന് മായ്ക്കുക. ഇരിക്കുന്നതൊക്കെ വലിയ ആൾക്കാർ തന്നെയാണ്, വളരെ നോളജബിൾ പേഴ്സൺസ് ആയിരിക്കും ഇരിക്കുന്നത്. അത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പലപ്പോഴും പറ്റില്ല. അതങ്ങോട്ട് മനസ്സിൽ നിന്ന് അങ്ങോട്ട് വാച്ചിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ഇരിക്കുന്നല്ലേ എതപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെക്കാളും എത്ര ലെവലിലുള്ള ആൾക്കാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാളും താഴെ ആൾക്കാരിയ്ക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റിയ കാര്യം. നമുക്ക് ആ ഫിയർ അങ്ങ് നഷ്ടപ്പെടും. ഫിയർ വന്നാൽ പോയി നമുക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒട്ടും അറിയാമെന്നുള്ള കാര്യം പോലും പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയാതെ വരും. ഞാൻ അറിയാതെയാണ് കഴുത എന്ന് പറഞ്ഞത്. കഴുത ഇന്നത്തെ കാലത്തെ ഏറ്റവും മോസ്റ്റ് കോസ്റ്റ്ലിയസ്റ്റ് ആനിമലാണ്. ഒരു കഴുതയുടെ വില എത്രയെന്ന് അറിയാമോ? നമ്മൾ പണ്ട് കളിയാക്കി പറയായിരുന്നു കഴുത എന്തിനുള്ളതെന്ന്. ഇന്നിപ്പോൾ കഴുതയെ പണ്ട് ഈ ശബരിമലയൊക്കെ ചുമടെടുത്തുകൊണ്ട് പോകുന്ന ഈ കഴുതയായിരുന്നു. ഇന്നിപ്പോൾ കഴുതയെ കാണാനില്ല. കാര്യം കഴുതയ്ക്ക് വില കൂടിയപ്പോൾ ആൾക്കാർ കഴുതയെ പിടിച്ചുകൊണ്ടുപോയി. ഇന്നൊരു കഴുതയ്ക്ക് മിനിമം 80,000 to 1 lakh rupees ഒരു കഴുതയ്ക്ക് വിലയുണ്ട്. അതൊരു ബിസിനസ്സാണ്. കഴുതയുടെ പാലിൻ്റെ വില അറിയാമോ? MBA സ്റ്റുഡൻസ് അല്ലേ, MBA ഗ്രാജുവേറ്റ്സ് അല്ലേ, നോട്ട് സ്റ്റുഡൻസ്. 1 ലിറ്റർ ഡോങ്കി മിൽക്കിൻ്റെ വില അറിയാമോ? അറിയാവുന്ന ആരുമില്ലേ? 1 ലിറ്റർ കഴുതപ്പാലിൻ്റെ വില ഇറങ്ങി ഇവിടെ. പശുപാലിൻ്റെ വില അറിയാമോ? പശുപാലിൻ്റെ വില അറിയാന്നുള്ള ആരെങ്കിലും ഒരാളൊന്ന് കൈപ്പൊക്കാമോ? പശുപാലിന് 59 എത്ര? 56. 1 ലിറ്റർ കഴുതപ്പാലിക്ക് 7,000 to 8,000 rupees വില. 7,000 തൊട്ട് 7,000 to 8,000 rupees. ഞാനൊരു 5 വർഷം മുമ്പ് കൊടൈക്കനാൽ ഗോൾഫ് ക്ലബ്ബിൽ ഇരിക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട് ചോദിച്ചു എന്താണ് വാട്ട് യു ആർ ഡൂയിങ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഐ ആം ഡൂയിങ് എ ഡോങ്കി ഫാം ഹിയർ എന്ന്. ഞാൻ വിളിച്ച് ഇയാൾ നമ്മളെ കളിയാക്കും പോലെ ആയിപ്പോയല്ലോ എന്ന്. അയാൾ ഡോങ്കി ഫാം നടത്തുന്നതെന്നാണ് പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുക. ഡോങ്കി ഫാം. അപ്പം പുള്ളി ചോദിച്ചു ഡോങ്കി ഫാം എന്ന് ചോദിച്ചു. പിന്നെ കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞത്. അവിടെ ഈ തണുപ്പത്താണ് പശുവിനായാലും പിന്നെ ഈൽഡ് കൂടുതൽ കിട്ടുന്ന തണുപ്പത്താണ്. അതുകൊണ്ട് പുള്ളി കൊടൈക്കനാൽ തന്നെ വന്ന് വലിയ ഫാം തുടങ്ങി അവിടെയാണ് ഇതിനെ വളർത്തുന്നത്. 1 ലിറ്റർ പാലിന് 8,000 rupees മുകളിൽ വാല്യൂ ഉണ്ട്. അത് നമ്മുടെ ഈ കോസ്മാറ്റിക്സ് ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയാണ്. പണ്ട് ക്ലിയോപാട്ര ഇതാണ് കഴുതപ്പാലാണ് ഉപയോഗിച്ചിരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഇത് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് കഴുതപ്പാൽ എടുത്ത് പരീക്ഷണങ്ങൾ നടത്തി ഇതിലേക്ക്. ഇപ്പോൾ ഏത് സാധനങ്ങളും നമുക്ക് അതിൻ്റേതായ രീതിയിൽ മാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനിപ്പോൾ കഴുതയ്ക്ക് വലിയ ഡിമാൻഡായി, പാലിന് വലിയ ഡിമാൻഡായി. പല കോസ്മെറ്റോളജിക്കാർ ഉപയോഗിക്കുന്ന പല ക്രീമുകളും പലതും ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഡോങ്കി മിൽക്കാണ്. അതുകൊണ്ട് കഴുതപ്പാൽ ആണ് ഏറ്റവും കൂടിയ വില കൂടിയ പാല്. നമ്മൾ വളരെ പണ്ട് കളിയാക്കി പറയുന്നൊരു സാധനമാണ് കഴുത അല്ലേ. ഒന്നിനെയും നമ്മളങ്ങനെ പുച്ഛിച്ച് കാണാനോ പുച്ഛിച്ച് പറയാനോ പാടില്ല. നമ്മൾ ആൾക്കാരെയും ആരെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പുച്ഛിച്ച് കാണരുത് നമ്മൾ. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പുറത്തിരിക്കുന്നവരെ നമ്മൾ വളരെ ഇതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് വരും. എന്താണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഫിയർ വരും.
നമ്മളൊരു ഫിലിമിൽ മഞ്ജു വാര്യർ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ പോയപ്പം ടെൻഷൻ അടിച്ച് അവസാനം കൊഴുങ്ങി വീണതൊരു ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? അത് ഒരു അത് സിനിമയുടെ ഓവറാക്കിയൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്നുവെച്ചാൽ എനിക്കും ഒരു 10-23 വയസ്സുള്ളപ്പോൾ ഇതേപോലൊരു എക്സ്പീരിയൻസ് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനെന്നോ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയി, അയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ സമയത്തുണ്ട് ഒരു ഫിയറും ഒരു എന്താണ് ഇപ്പം എനിക്ക് സംസാരിക്കാൻ വായിന്നോ ഒന്നും വരുന്നില്ല. ആകപ്പാട് നമ്മളൊരു വല്ലാത്തൊരു വരുന്നൊരു ഈ ഒരു ഇതുണ്ട്. അവിടെ നിന്ന് വരുന്ന വൈസ് പ്രസിഡന്റ് ആയാലും വരുന്നൊരു പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്നൊരു വരവുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മളാകപ്പാട് നമ്മളൊരു സഭാകമ്പം വന്ന പോലെ നമ്മളെ നിന്ന് പോകും. അപ്പോൾ അതൊരിക്കലും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗ്രാജുവേഷൻ്റെ നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു മൂമെൻ്റായി മാറട്ടെ. അതിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ബിടെക്കിൻ്റെയൊക്കെ ഗ്രാജുവേഷൻ്റെയൊക്കെ വൈസ് ചാൻസലേഴ്സ് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ RBSൻ്റെ ഗ്രാജുവേഷൻ്റെയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ അഭിമാനം കൊള്ളാം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് നിങ്ങൾക്ക് ഇന്ന് ഗ്രാജുവേഷൻ നിങ്ങളുടെ ഡേയുടെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക നന്ദി ഇതിനു വേണ്ടി വന്ന മാഡത്തിന്, നിങ്ങൾക്ക് വേണ്ടിയും ഈ രാജധാനി ബിസിനസ് സ്കൂളിന് വേണ്ടി ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് മാഡം ഒരുപാട് തിരക്കുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നിട്ട് മാറ്റി വെച്ചാണ് നമുക്ക് വേണ്ടി വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ വലിയ വലിയ ഉന്നതികൾ, വലിയ വലിയ ബിസിനസ് മേഖലകളിലും മറ്റ് വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഹൈ പൊസിഷനിലേക്ക് എത്തട്ടെ. നിങ്ങൾ ഓരോ ഹൈ പൊസിഷനിലെത്തുമ്പോൾ നിങ്ങളെയാണ് ഈ കോളേജിൻ്റെയും രാജധാനി ബിസിനസ് സ്കൂളിൻ്റെ അംബാസിഡേഴ്സായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.